സഭ കടക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് അമിത്ഷാ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഉദ്ധവ് താക്കറെയുമായിട്ടുള്ള ദേവേന്ദ്ര ഫട്നവിസിൻ്റെ ആ ഒരു വീണ്ടും ഒന്നു ചേരാനായിട്ടുള്ള ഒരു ഇനിഷ്യേഷനൊക്കെ കാണുന്നത് അതിൻ്റെ ഒരു സൂചനയാണ്. മാത്രമല്ല JPC എന്ന ആവശ്യം അതിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു. ഇതിപ്പോൾ നേരത്തെ ഉണ്ണിസർ സൂചിപ്പിച്ചു 362 പേര് വേണം എന്നുള്ളത്. അത് ഫുൾ സ്ട്രെങ്ത് ആണെങ്കിൽ മാത്രമാണ്. 100 പേര് അബ്സ്റ്റെയിൻ ചെയ്താൽ അത്രയും വേണ്ട. ഇന്ത്യയുടെ കൈവശമുള്ള 293 എന്ന് പറയുന്നത് ലോക്സഭയിൽ ഇനഫാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മൂവിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണമൊന്നും കണ്ടില്ലല്ലോ. ഇന്ത്യ ബ്ലോക്കിലെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും അംഗങ്ങളുടെയാണ് പ്രധാനമായും, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും ഈ 3 പാർട്ടികളുടെയുമാണ് പ്രധാനമായും നമ്മൾ പ്രതികരണങ്ങൾ കണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല 439 പേർ മാത്രമാണ് ലോക്സഭയിൽ പ്രസന്റ് ആകുന്നത് എങ്കിൽ 293 കൂടെയുണ്ട്. അത് മുഴുവൻ അവിടെ എത്തിക്കാൻ കഴിയും. ആ രീതിയിൽ ആ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ സാധിക്കും. പക്ഷേ ഒരു സമവായത്തിലൂടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ 3-2 എന്ന ഒരു സംഖ്യയിലേക്ക് നിഷ്പ്രയാസം എത്താൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അമിത്ഷാ മുന്നോട്ട് പോകുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ. ഇവിടെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി, ആ ഒരു ഉന്നതാധികാര സമിതി കൊടുത്തത് 18,626 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് അങ്ങനെ ഒരു ഘടനയാണ്. ഉണ്ണിസർ പറഞ്ഞതുപോലെ ഈ സ്പെൻഡിൻ്റെ കാര്യമൊക്കെ കൃത്യമായി പഠിക്കാൻ ഒരു മുൻ രാഷ്ട്രപതി അധ്യക്ഷനായ ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിക്കുമ്പോൾ അവർ കൃത്യമായി എന്തൊക്കെയാണ് ഇതിൻ്റെ ആഘാതങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളതൊക്കെ പഠിക്കുമല്ലോ. അപ്പോൾ ആ പഠനത്തിന് ശേഷം കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് ഇന്ന് ടേബിൾ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാനങ്ങളുടെ അനുമതി വേണ്ട എന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതിയും ഈ രാംനാഥ് കോവിന്ദ് സമിതി കൊടുത്ത റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ എതിർപ്പ് എന്ന് പറയുന്നത് ആ ഒരു എതിർപ്പായി നിൽക്കുകയുള്ളൂ. ഭേദഗതികൾ കൊണ്ടുവന്നാൽ മതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പക്ഷേ സംസ്ഥാന നിയമസഭകളുടെ അനുമതി വേണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ 2 തെരഞ്ഞെടുപ്പിനും ശേഷം 100 ദിവസത്തിനകം നടത്തിയാൽ മതി. അതുപോലെ തെരഞ്ഞെടുപ്പ് ചെലവ്, വോട്ടിംഗ് യന്ത്രങ്ങളുടെ ലഭ്യത, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉറപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന് 10 വർഷത്തെ സമയവുമുണ്ട്. 2034 ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വർഷം. അപ്പോൾ 2024 നമ്മൾ നിൽക്കുന്നു. 10 വർഷത്തിനപ്പുറം 2034 തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2029 കൂടി തന്നെ അതിനാവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതായ ഒരു സാഹചര്യവും വരും. നേരത്തെ 52 മുതലുള്ള തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ഉണ്ണിസാർ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഡാറ്റ പരിശോധിക്കുമ്പോൾ ഈ നിയമസഭകളുടെ തെരഞ്ഞെടുപ്പ് പല ഘട്ടത്തിൽ നടത്തേണ്ടി വന്ന, ലോക്സഭയും നിയമസഭയും വെവ്വേറെ നടത്തേണ്ടി വന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അന്ന് അത് സാധ്യമായത് പ്രാദേശിക പാർട്ടികളുടെ ബാഹുല്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഇപ്പോഴും പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന് പറയുന്നത് ഇപ്പോഴും രാജ്യത്ത് കോൺഗ്രസും BJPയും തന്നെയാണ്. ഈ 2 പാർട്ടികൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത്. പ്രാദേശിക പാർട്ടികളുടെ സാന്നിധ്യമുണ്ടെങ്കിലും ഈ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയൊക്കെ വലിയ പ്ലെയറാണ് എങ്കിൽ പോലും കോൺഗ്രസ് വേഴ്സസ് BJP എന്ന രീതിയിൽ തന്നെയാണ്. അങ്ങ് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നയിക്കുന്ന 2 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമായി തന്നെയായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നത്. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ സ്പേസിലേക്ക് വന്നില്ല എങ്കിൽ. ഇവിടെ ഈ ഭരണത്തിൽ ശ്രദ്ധ നൽകുക അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ നരേന്ദ്രമോദി സർക്കാർ 2024 അധികാരത്തിലെത്തിയതിനു ശേഷം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ സെപ്റ്റംബർ 27 അവരൊരു റിപ്പോർട്ട് കാർഡ് ഇറക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കും പോകാം. പക്ഷേ നമ്മുടെ വിഷയം ഇപ്പോൾ ഈ ബില്ലായതുകൊണ്ട് ഞാൻ അതിലേക്ക് എൻ്റെ മറുപടി ചുരുക്കുകയാണ്. സർക്കാർ നയങ്ങൾ, സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നത് നിരീക്ഷിക്കാനായി കൃത്യമായ ഒരേ ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ സംസ്ഥാനവും കേന്ദ്രവും ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒരേ പദ്ധതികളുടെ കൃത്യമായ ഉപയോഗം സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നുണ്ടോ എന്നതും വിലയിരുത്തുന്നതിന് ഈ ഒരേ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിലൂടെ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ വോട്ടിംഗ് ശതമാനത്തിൽ കണ്ടിട്ടില്ലേ പല സംസ്ഥാനങ്ങളിലും പലപ്പോഴും വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു എന്ന് നമ്മൾ തന്നെ ഇരുന്ന് വിലയിരുത്താറുണ്ടല്ലോ. പക്ഷേ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒറ്റത്തവണ ഈ എക്സസൈസിന് പോകേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2 വർഷം കഴിയുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനിടയിൽ മറ്റൊരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്, അങ്ങനെ നമുക്ക് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകൾ പ്രത്യേകം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് അങ്ങനെ ഒരു കലണ്ടർ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒറ്റത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിലൂടെയുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് രാംനാഥ് കോവിന്ദ് സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പാർലമെന്റേറിയൻസിന് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആണെങ്കിൽ, ഇപ്പോൾ 3 പാർട്ടികളാണ് പ്രധാനമായും എതിർവാദങ്ങൾ ഉന്നയിക്കുന്നത്, എല്ലാവർക്കും അനുകൂലമായ രീതിയിലേക്ക് ചർച്ചകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്ര പറഞ്ഞത് ഈ ആശയം നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാണ് എന്നതാണ്. കാരണം ഇനി പാർലമെന്റ് ഭരണഘടനയിൽ മാറ്റം വരുത്തി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറായാൽ മതി, ഞങ്ങൾ തയ്യാറാണ് എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്ര പറഞ്ഞത്.
ഈ തെരഞ്ഞെടുപ്പ് ക്രമം തെറ്റുന്നതിന് എങ്ങനെയാണ് സാഹചര്യം ഉണ്ടായത് എന്നതും അദ്ദേഹം പറയുന്നുണ്ട്. ഭരണഘടന പ്രകാരം എന്താണ് പറയുന്നത്, എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടത്തണം എന്നത് ഭരണഘടന പ്രകാരം തന്നെ പറയുന്ന ഒരു വ്യവസ്ഥയാണ് എന്നതാണ്. എന്തായാലും രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിലും അത് മെൻഷൻ ചെയ്യുന്നു. ഇന്ന് സുശീൽ ചന്ദ്രയുടെ കമന്റിലും അത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരാമർശങ്ങൾ പ്രധാനപ്പെട്ട ബോഡികളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ നടത്തുമ്പോൾ അങ്ങനെയല്ല വേണ്ടത് എന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തിയതിന് ശേഷം സംസ്ഥാന നിയമസഭയും പാർലമെന്റും ഒക്കെ കാലാവധിക്ക് മുന്നിൽ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണല്ലോ ഇതിൻ്റെ ക്രമം എന്ന് പറയുന്നത് വ്യത്യസ്തമായി മാറി തുടങ്ങിയത്. അത് തിരിച്ചു കൊണ്ടുവരുന്നതിനായി 2017 മുതൽ തന്നെ ആലോചനകൾ നടക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ വലിയ ഭൂരിപക്ഷം 2014 അധികാരത്തിൽ വന്ന ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ 2017 തന്നെ ഇതേക്കുറിച്ച് നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ലാതെ നടാടെ ഇപ്പോൾ 2024 അധികാരത്തിലെത്തിയതിനു ശേഷം അതിലേക്ക് പോവുകയല്ല. കഴിഞ്ഞ വർഷം 2023 രാംനാഥ് കോവിന്ദ് സമിതിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നീക്കങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഈ 51 മുതൽ 67 വരെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് 51-52 കാലഘട്ടത്തിലാണ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒന്നിച്ച് നടക്കുന്നത്. അത് 3 തവണ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 1957 അതുപോലെ തന്നെ 1962 ഒപ്പം 1967 ഈ 3 തവണയും അത് ആവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന നിയമസഭകൾ അകാലത്തിൽ പിരിച്ചുവിടുന്നത് അതിന് അടുത്ത വർഷങ്ങളിലാണ്, 67-ലും 68-ലുമാണ്. അതിനുശേഷമാണ് പിന്നീട് അങ്ങോട്ട് എന്താണ് നമ്മൾ കാണുന്നത്, 4ാമത്തെ ലോക്സഭ പിരിച്ചുവിടുന്നത് 1970-ലാണ്, 1970-ലാണ്. 71-ൽ പുതിയ തെരഞ്ഞെടുപ്പ് നടന്നു. പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിച്ചത്? അടിയന്തരാവസ്ഥയെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ഈ 5ാം ലോക്സഭയുടെ കാലാവധി 77 വരെ നീട്ടിയത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ എവിടെയാണ്, ആരാണ് ഈ കൃത്യമായി ഈ സഭയുടെ കാലാവധി തെറ്റിക്കുന്ന നീക്കങ്ങൾ നടത്തിയത് എന്ന് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ അത് എവിടെയാണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി കിടപ്പുണ്ട്. 70-ൽ വന്ന് 75-ൽ തീരുന്നതിന് പകരം 77 വരെ നീട്ടിയത് ആരുടെ കാലഘട്ടത്തിലാണ്? അപ്പോൾ ആ 77 വരെ നീട്ടുന്നു. അതിനുശേഷം 8ഉം 10ഉം 14ഉം 15ഉം 4 ലോക്സഭയുടെ കാലാവധി മാത്രമേ ഫുൾ ടൈം തികച്ചിട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും നരേന്ദ്രമോദിയുടെ 2 ലോക്സഭാ കാലപരിധികളും 2ഉം ഫുൾ ടൈം തികച്ചതാണ്. 3ാമത്തേതും ഫുൾ ടൈമിൽ എത്തും എന്ന് അവരെ ഏറെക്കുറെ ഉറപ്പിച്ച് തന്നെയാണ്. സഖ്യകക്ഷികൾക്കൊപ്പം തന്നെയാണെങ്കിലും ആ ഫുൾ ടൈം അവർ തികയ്ക്കും. അതിനുശേഷമായിരിക്കും 2029 ശേഷമായിരിക്കും ഈ 2034 ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. ഇവിടെ ഉണ്ണി സാറ് ചില കാര്യങ്ങൾ പറഞ്ഞതിലുള്ള എൻ്റെ ഒരു വിയോജിപ്പ് കൂടി ഞാൻ പറയുകയാണ്. ഇവിടെ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചു എന്ന രീതിയിലാണ് അങ്ങ് പറഞ്ഞു വെച്ചത്. അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ്. ഒറ്റയ്ക്കൊരു തീരുമാനമല്ല. രാംനാഥ് കോവിന്ദ് സമിതിയുടെ അവരെടുത്ത പ്രതികരണങ്ങൾ, അവർ ആരിൽ നിന്നും റിപ്ലേസ് എടുക്കാതെ അല്ലെങ്കിൽ ആരോടും അഭിപ്രായം കേൾക്കാതെ സ്വന്തമായി സർക്കാരിന് വേണ്ടി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു എന്ന രീതിയിൽ നമ്മൾക്ക് ഒരിക്കലും കരുതാൻ കഴിയില്ല. കാരണം ഈ ലഭിച്ച പ്രതികരണങ്ങളിൽ 21,500ഓളം പ്രതികരണങ്ങൾ ലഭിച്ചതിൽ 80% ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്നതാണ്. 47 രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 32 പാർട്ടികളും ഈ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ പിന്തുണച്ചിട്ടുണ്ട്. 15 പാർട്ടികൾ ആശങ്ക ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിനുള്ളിൽ വിവിധ പാർട്ടികളുടെ, പ്രതിപക്ഷത്തുള്ള പാർട്ടികളുടെയും കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക എന്നത് അമിത്ഷാ വ്യക്തമാക്കുന്നത്. അതുപോലെ മുൻ ചീഫ് ജസ്റ്റിസുമാർ, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, നിയമവിദഗ്ധർ ഇവരുമായിട്ടൊക്കെ ഈ സമിതി ഇരുന്നിട്ടുണ്ട്, സിറ്റിംഗ് എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ എന്തായാലും ഫിക്കിയും അസോച്ചും അങ്ങനെ ഈ ബിസിനസ് ഓർഗനൈസേഷനുകളും അവരെല്ലാം ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ള ആശയത്തെ പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം രാജ്യം മുഴുവൻ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തിനാണ് ഈ പണച്ചെലവ്, എന്തിനാണ് എപ്പോഴും തെരഞ്ഞെടുപ്പ്, ഒന്നിച്ച് ഈ പ്രോസസ്സ് പൂർത്തിയാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് BJPക്ക് നേട്ടം കൊയ്യാനാണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഇനി അങ്ങോട്ട് നേട്ടമുണ്ടാകാൻ പോകുന്നത് BJPക്ക് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഈ 3ാം ടേമിൽ ഇരിക്കുന്നു, അടുത്ത ടേമിലേക്ക് വരുമ്പോൾ കൃത്യമായ മാൻഡേറ്റിലേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണല്ലോ മഹാരാഷ്ട്രയും ഹരിയാനയും ഒക്കെ തെരഞ്ഞെടുപ്പ് നടത്തിയതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. ഹരിയാനയിൽ എന്തൊക്കെയായിരുന്നു, ഏത് രീതിയിൽ പോകും, കോൺഗ്രസിന്റെ വൻ തിരിച്ചുവരവ്, 5 സീറ്റായി BJPയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് ഇതാ BJPയെ പൂർണ്ണമായും തകർത്തുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്തുണ്ടായി? ഹരിയാനയിൽ നിഷ്പ്രയാസം ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്നു. മഹാരാഷ്ട്രയിൽ മഹായുതി രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പെർഫോമൻസോടുകൂടിയാണ്, അതും 9 സീറ്റായി തകർന്നടിഞ്ഞു എന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണ്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഒരു പാർട്ടിയുടെ സ്ട്രെങ്തായി, കഴിവായി നമ്മൾ കാണേണ്ടത്. ആ കഴിവുള്ള പാർട്ടിക്ക് തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിലും മികച്ച മാൻഡേറ്റിലേക്ക് വരാൻ പറ്റും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഒരു പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണം പിടിക്കാനും കഴിഞ്ഞുവെന്ന് വരും. അതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വേറെ നടത്തണം. എന്നാലേ പ്രാദേശിക വിഷയം നമുക്ക് ആളുകളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ദേശീയ താല്പര്യത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിലേക്ക് പോകാതെ കഴിക്കാൻ സാധിക്കും. ആ ഒരു ചിന്ത തെറ്റാണ്.
സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ താല്പര്യം എന്ന് പറയുന്നത് ഒന്നായിരിക്കണം. ഒരേ താല്പര്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ വികസിത ഇന്ത്യ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി 2047 എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിൽ മുന്നോട്ട് പോകുന്നത് കേന്ദ്രം എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ സഭ കടത്താനായിട്ടുള്ള ശ്രമങ്ങൾ പരമാവധി നടത്തുന്നുണ്ട്. അത് വിജയിക്കില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം ശ്രമം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏറ്റെടുത്ത ശ്രമങ്ങൾ ഫസ്റ്റ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേമിലേക്ക് വരുമെന്ന് പറഞ്ഞു, സെക്കൻഡ് ടേമിൽ നിന്ന് തേർഡ് ടേമിലേക്ക് വരുമെന്ന് പറഞ്ഞു. അതെല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി. അതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പറയാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. സഭ കടക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. Meet the editors.